പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നോഹ എന്ന വ്യക്തിത്വം സംബന്ധിച്ച് ചില പാഠങ്ങൾ പഠിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് നോവാസ് ആർക്ക്, ദി ആർക്ക് ഓഫ് നോവ, അത് പ്രസിദ്ധമാണല്ലോ, നോഹയുടെ പെട്ടകം. അതേ സംബന്ധിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, 6, 7, 8 അധ്യായങ്ങളിലാണ് നോഹയെ സംബന്ധിച്ചും നോഹയുടെ പെട്ടകത്തെ സംബന്ധിച്ചുമുള്ള പ്രതിപാദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോഹയുടെ പെട്ടകം സംബന്ധിച്ചുള്ള വിവരണം 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലും 7, 8 അധ്യായങ്ങളിലും നിറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം 6-ാം അധ്യായം 11, 12 വാക്യങ്ങളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുക, മനുഷ്യൻ വഷളായി, ഭൂമി വഷളായി. മനുഷ്യൻ വഷളാവുമ്പോൾ ഭൂമിയും വഷളാകും. അങ്ങനെ വഷളായി പോയ മനുഷ്യരെയും ലോകം മുഴുവനെയും അതിനെ വീണ്ടെടുക്കുവാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ് നോഹയുടെ പെട്ടകം. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ആ കഥ ഒരുപാട് ആവർത്തിക്കേണ്ടതില്ല. ഈ അധ്യായങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു ഗ്രഹപാഠമായി വായിക്കുന്നത്, വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. നോഹയുടെ പെട്ടകം ഒരു പ്രതീകമാണ്, അതൊരു സിമ്പലാണ്, ഒരു സൈനാണ്. 2 അർത്ഥങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, മനുഷ്യൻ വഷളാവുമ്പോൾ ലോകവും വഷളാവും. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. Cursed is the ground because of you. Cursed is the world because of you. കഴിഞ്ഞ ഞായറാഴ്ച ദിവസത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതാ, എപ്പോൾ മനുഷ്യൻ തിന്മയിൽ ജീവിക്കുമോ, വഷളായി ജീവിക്കുമോ, അപ്പോൾ മനുഷ്യൻ മാത്രമല്ല ലോകം മുഴുവനും വഷളായി പോവുകയാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. Cursed is the ground because of you, ആദവിനോടും ഹവയോടും പറയുന്നത്. ഇവിടെ പ്രത്യേകമായി നമ്മൾ കാണുന്ന 2ാമത്തെ പ്രതീകം, ഇങ്ങനെ ഒരു ലോകത്തിൽ നോഹയുടെ പെട്ടകം അതൊരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിൻ്റെ പ്രതീകമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ തിന്മ കൊണ്ട് നിറഞ്ഞ ലോകം, തിന്മ കൊണ്ട് നിറഞ്ഞ മനുഷ്യർ പാർക്കുന്ന ഈ ലോകം, അവിടെ ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ നോഹയോട് പറയുന്നു. നോഹ അനുഗ്രഹീതമായ സാക്ഷ്യമുള്ള ഒരു കുടുംബമാണ്, അവർക്കതിൽ പ്രവേശിക്കാം. അതുപോലെ തന്നെ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളിൽ നിന്നും ഈ 2 വിധം ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കാം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ തന്നെ ഒരു ചുരുങ്ങിയ രൂപമാണ് ഈ പെട്ടകവും പെട്ടകത്തിന് ഉള്ളിൽ വീണ്ടെടുക്കപ്പെട്ട് താമസിക്കുന്നവർ. മഴ തുടങ്ങി, 150 ദിവസം മഴ പെയ്തു, ഭൂമിയുടെ ഉറവകളൊക്കെ തുറന്നു, വെള്ളം മുഴുവനും നിറഞ്ഞു, പെട്ടകം ആ വെള്ളത്തിന്മേൽ ഒഴുകി തുടങ്ങി. നോഹയും കുടുംബവും അങ്ങനെ പെട്ടകത്തിലേക്ക് പ്രവേശിച്ച ജീവജാലങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള ലോകത്തിലെ ജീവികളും അങ്ങനെ
150 ദിവസം ഈ വെള്ളത്തിന്മേലെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായി നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 150 ദിവസം കഴിഞ്ഞപ്പോൾ മഴ നിന്നു, വെള്ളം വാർന്ന് കര കാണുന്നതിന് പിന്നെയും സമയമെടുത്തു. അതെല്ലാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 7-8 അധ്യായങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്ന ഒരു പാഠം, സഭ ഈ നോഹയുടെ പെട്ടകത്തെ ഒരു പ്രതീകമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ പ്രതീകം? രക്ഷിതഗണമായ സഭയുടെ പ്രതീകമായി കാണുകയാണ്. സഭയാണത്. ഈ പെട്ടകമെന്ന് പറയുന്നത് സഭയാണ്. സഭ രക്ഷിതഗണമാണ്. ആ രക്ഷിതഗണം എന്നുള്ള അർത്ഥത്തിൽ നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു വീണ്ടെടുപ്പിൻ്റെ പുത്തൻ അനുഭവം, ആ വീണ്ടെടുപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ദൈവമക്കൾ, അതാണ് സഭ. കുഞ്ഞുങ്ങളെ, നോവാസ് ആർക്ക്, നോഹയുടെ പെട്ടകം സഭയാണ് എന്ന് പിതാക്കന്മാർ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നോഹ നീതിമാനായി ജീവിച്ചു, നോഹ നിഷ്കളങ്കനായി ജീവിച്ചു, നോഹ ദൈവത്തോടുകൂടെ നടന്നു. സഭയുടെ പ്രതിനിധികളെയാണ് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 9-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നോഹയെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലെസ്ഡ് നോവ ആൻഡ് ഹിസ് ഫാമിലി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരു സമൂഹം, ഒരു കുടുംബം. സഭ ഒരു വിശാലമായൊരു കുടുംബമാണ്, ഒരു പ്രതീകമാണത്. തിന്മയുള്ള ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഒരു ജനം, അത് ഒരു പെട്ടകത്തിൽ, സഭ എന്ന പെട്ടകത്തിൽ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വേണം എന്ന് സഭ നമ്മളെ പ്രത്യേകമായി പ്രബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നോഹയുടെ പെട്ടകം ഒരു പ്രതീകമായി നമ്മൾ കാണുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൽ തിന്മ, അങ്ങനെ തിന്മയുണ്ടാകുമ്പോൾ മനുഷ്യർ തിന്മയിലായി. പക്ഷേ മനുഷ്യർ മാത്രമല്ല, ലോകം മുഴുവനും തിന്മയായി തീരുന്നു. അതൊരു പ്രതീകം എന്നതുപോലെ നമുക്കതിനെ കാണാൻ സാധിക്കും. എപ്പോഴാണോ മനുഷ്യർ തിന്മയുള്ള ജീവിതം നയിക്കുന്നത്, അപ്പോൾ അവർ മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമി മുഴുവനും, ലോകം മുഴുവനും തിന്മയുള്ളതായി ഭവിക്കുകയായി. രണ്ടാമത്തെ പ്രതീകമായ പെട്ടകം സൂചിപ്പിക്കുന്നു ഒരു രക്ഷിതഗണം. നോവയുടെ കുടുംബം എന്നതുപോലെ ദൈവത്തെ അനുസരിച്ച് നീതിയിലും നന്മയിലും നിഷ്കളങ്കതയിലും ജീവിക്കുമ്പോൾ, ദൈവത്തോടുകൂടെ നടക്കുന്ന അനുഭവത്തിൽ അവർ ജീവിക്കുമ്പോൾ, അതിലേക്ക് തിന്മയുടെ ലോകത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ആളുകൾ ആ പെട്ടകത്തിലേക്ക് കയറുകയായി, ആ സഭയിലേക്ക് എത്തുകയായി. അങ്ങനെ നോഹയിലൂടെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ദൈവമക്കളിലൂടെ, സഭയിലൂടെ ലോകം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയായി, പവിത്രീകരിക്കപ്പെടുകയായി. അങ്ങനെ ഒരു വിശുദ്ധരുടെ സമൂഹമായി സഭ രൂപാന്തരപ്പെടുകയായി. അത് വിശാലമാവുകയായി, എണ്ണം വർദ്ധിക്കുകയായി, സഭ വലുതാവുകയായി. അതിന് സമർപ്പിതരായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് രക്ഷയുടെ അനുഭവത്തിലൂടെ വളർന്നു വരണം എന്നും സഭ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, സമർപ്പിതരാവാം. നോഹയുടെ പെട്ടകമാകുന്ന സഭയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മളുടെ ജീവിതം പവിത്രീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ സംഘം, ആ സംഘം എന്ന ഒരു കൂട്ടായ്മയായി സഭ മാറുന്നു.
സഭ അങ്ങനെ ഒരു പെട്ടകമായ രൂപാന്തരപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാണ്.